അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിസിറ്റിയുടെ സെക്കൻഡ് സെഷൻ ആണ്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. എന്തൊക്കെയായിരുന്നു? നമ്മൾ ചാർജിന്റെ കേസ് പറഞ്ഞായിരുന്നു. ചാർജ് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ടൈപ്പ് ചാർജസ് പ്രോട്ടോൺസ് ആണ്, നെഗറ്റീവ് ടൈപ്പ് ചാർജസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ പഠിച്ചായിരുന്നു, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പഠിച്ചായിരുന്നു, Q=NE വെച്ചിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്തായിരുന്നു. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ ചെയ്തത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് സെഷനിലോട്ട് പോവാം. അപ്പം സെക്കൻഡ് സെഷനിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മെറ്റീരിയൽസ് പഠിക്കാം. നമുക്ക് മെറ്റീരിയലിനെ ബേസിക് ആയിട്ട് നമ്മൾ രണ്ടായിട്ടാ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിട്ടാണ്? ഒന്ന് കണ്ടക്ടേഴ്സ്, ഇനി ഒന്ന് ഇൻസുലേറ്റേഴ്സ്. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്, അങ്ങനെ നമുക്ക് ബേസിക് ഇപ്പൊ പഠിക്കുന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാത്തത് സെമി കണ്ടക്ടേഴ്സ്. ഇതിന്റെ അകത്ത് കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യൂല, സെമി കണ്ടക്ടേഴ്സ് പാർഷ്യൽ ആയിട്ട് അലോ ചെയ്യും. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ കണ്ടക്ടേഴ്സ് വിൽ അലോ കറന്റ് ടു പാസ് ത്രൂ ദം ഈസിലി, ഇൻസുലേറ്റേഴ്സ് വിൽ നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം, വൈൽ സെമി കണ്ടക്ടേഴ്സ് വിൽ പാസ് കറന്റ് പാർഷ്യലി. ഇത്രയാണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പം നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കോപ്പർ, ഗോൾഡ്, സിൽവർ, ഇതെല്ലാം കണ്ടക്ടേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വുഡ്, റബ്ബർ എക്സെട്ര. സെമി കണ്ടക്ടേഴ്സിന് നമുക്ക് സിലിക്കോൺ, ജെർമേനിയം എന്ന് പറഞ്ഞ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. സോ നൗ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സെമി കണ്ടക്ടേഴ്സ്, വിൽ ജസ്റ്റ് സ്റ്റഡി അബൌട്ട് കണ്ടക്ടേഴ്സ്. അപ്പൊ കണ്ടക്ടേഴ്സിന്റെ കേസ് എടുക്കുവാണ്. നമ്മളിപ്പോ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഇതിപ്പോ ഒരു കോപ്പർ വയർ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഈ കോപ്പർ വയർ കണ്ടക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇതിന്റെ അകത്ത് ചാർജ് ഫ്ലോ ചെയ്യുന്നതിനകത്ത് ഞാൻ ചാർജിനെ Q എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചാർജസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് നമുക്കിത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഈ കണ്ടക്ടറിന്റെ അകത്തൂടെ ചാർജസ് ഫ്ലോ ചെയ്യുവാണെന്ന് കൺസിഡർ ചെയ്യുക. സോ ദർ ഷുഡ് ബി എ ക്വാണ്ടിറ്റി വിച്ച് റെഫേഴ്സ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് ചാർജ് ഇസ് ഫ്ലോയിങ്. അല്ലേ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു SI യൂണിറ്റ് ഓഫ് ചാർജ് കൂളംബ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എത്ര കൂളംബ് ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്ന് പഠിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് കറന്റ്. സോ കറന്റിനെ നമുക്ക് I വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ I. അപ്പം I ഇസ് ഈക്വൽ ടു എന്നെടുത്താൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. എഴുതാം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അപ്പൊ ഈ റേറ്റിന്റെ മീനിങ് എന്തുവാണ്? 9th സ്റ്റാൻഡേർഡിൽ മോഷൻ പഠിച്ചാണ് അല്ലെ. മോഷൻ പഠിക്കുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്തുവായിരുന്നു? വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്തുവായിരുന്നു? ആക്സിലറേഷൻ. അപ്പൊ ഡിനോമിനേറ്ററിൽ ടൈം വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. അപ്പൊ ഇവിടെ നമ്മൾ വിളിച്ചത് എന്തുവാ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അപ്പൊ റേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരണം? ഡിനോമിനേറ്ററിൽ ടൈം വരണം അല്ലെ. എന്തിന്റെ റേറ്റ് ആണ്? ചാർജിന്റെ. സോ നമുക്ക് I is equal to എന്തെന്ന് എഴുതാം? Q/T എന്ന് എഴുതാം. ഓക്കെ, സോ കറന്റിന് നമുക്ക് ഇക്വേഷൻ കിട്ടി എന്തുവാ? I is equal to Q/T. പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ആയല്ലോ. ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് Q is equal to എന്തെന്ന് എഴുതാം? IT എന്നൊരു ഇക്വേഷൻ എഴുതാം. സിമ്പിൾ. നമുക്ക് ഒരു ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ എഴുതുക QIT. ഏത് കണ്ടുപിടിക്കാൻ പറയുവാണ്? നിങ്ങളോട് ചാർജ് കണ്ടുപിടിക്കാൻ പറയാം, Q കണ്ടുപിടിക്കാൻ പറയാം. സോ ജസ്റ്റ് Q ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പൊ Q is equal to I into T. ഓക്കെ, Q മറിച്ചാൽ Q is equal to I into T. കറന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതടക്കുക. I is equal to Q divided by T. ടൈം ചോദിക്കാറില്ല, ഇൻ കേസ് നമ്മൾ പറയാം ടൈം ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ Q divided by I. ഇങ്ങനെ നമുക്ക് ഈ ട്രയാങ്കിൾ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മൂന്ന് ഇക്വേഷൻസ് എന്തൊക്കെയാ? Q ആ വേണ്ടെന്നുണ്ടെങ്കിൽ Q is equal to ഇത് മറക്കുക അല്ലെ, I into T. I ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ I is equal to Q/T. ടൈം ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ടൈം is equal to Q/I. ഇത് ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇനി കറന്റ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് നമുക്ക് പഠിക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കിക്കേ, I is equal to Q എന്തുവായിരുന്നു? Q എന്തുവായിരുന്നു? ചാർജ് അല്ലെ. ചാർജിന്റെ യൂണിറ്റ് എന്തുവാണ്? കൂളം ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്തുവാ? സെക്കൻഡ്. അപ്പൊ കറന്റിന്റെ യൂണിറ്റ് എന്താണ്? കൂളം പെർ സെക്കൻഡ്. ആൻഡ് നമ്മൾ കോമൺലി റെപ്രസെന്റ് ചെയ്യുന്ന എന്തിലാണ്? A എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇറ്റ്സ് കോൾഡ് ആംപിയർ. ഓക്കെ, അപ്പൊ കറന്റിന്റെ യൂണിറ്റ് എന്താണ്? കൂളും പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംപിയർ. നമുക്ക് എന്ത് പഠിക്കാം? ആംപിയർ എന്ന തൽക്കാലം പഠിക്കാം. അപ്പൊ ഇനി നമ്മൾ നോക്കുന്ന ടോപ്പിക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമുക്ക് V എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നോക്കാം.
നമ്മളൊരു ചാർജിന് എടുക്കുകയാണ്. ഓക്കെ, വി ആർ ടേക്കിംഗ് യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ആണ്. ഇപ്പൊ ലെങ്ത്തിന്റെ ഒരു യൂണിറ്റ് എത്രയാണ്? 1 മീറ്റർ. അതുപോലെ ചാർജിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 കൂളംബ്. ഈ 1 കൂളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മുടെ വിസിനിറ്റിയിലുള്ള ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ ഞാൻ എത്രത്തോളം വർക്ക് സ്പെൻഡ് ചെയ്യണം, ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൊട്ടൻഷ്യൽ അല്ലെ. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ ഫോൺ ഇവിടെ ഇരിക്കുവാണ് അല്ലെ. അപ്പൊ ഈ ഇരിക്കുന്ന ഫോണിനെ ഞാൻ ഇവിടുന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ ഐ ഹാവ് ടു സ്പെൻഡ് സം വർക്ക് അല്ലെ. ആ ഫോണിലോട്ട് ഞാൻ എന്ത് ചെയ്യണം? വർക്ക് സ്പെൻഡ്. ഇവിടെ നിൽക്കുന്ന ഒരു ഫോണിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുപോകാൻ ഞാനൊരു വർക്ക് സ്പെൻഡ് ചെയ്യണം. ആ വർക്ക് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടല്ലേ ഇതിപ്പോ ഇത്ര ഹൈറ്റിലോട്ട് പോയത്. അപ്പൊ ഹൈറ്റിൽ നിൽക്കുന്ന ബോഡിക്ക് എന്ത് എനർജിയാ ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി അല്ലെ. അപ്പൊ ഈ ഫോണിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടിയത് എവിടുന്നാ? ഞാൻ അതിലോട്ട് ചെയ്ത വർക്കിൽ നിന്ന്. അതുപോലെ ഈ ചാർജിനെ ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഞാൻ പറയുന്ന ഒരു പോയിന്റിലോട്ട് കൊണ്ടുവെക്കണമെങ്കിൽ ഐ ഹാവ് ടു ഡു സം വർക്ക്. ആ വർക്ക് ആണ് ആ ചാർജിന്റെ അകത്ത് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ആവുന്നത് അല്ലെ. അപ്പം നമ്മൾ ഒരു ഫാറവേ പോയിന്റിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെ. ഏതിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? ഒരു യൂണിറ്റ് ചാർജ് അല്ലെ. സോ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? V is equal to work done divided by charge. എത്ര ചാർജ് ആണെന്ന് അറിയണ്ടേ? അപ്പം നോക്കിക്കേ, V is equal to work done. വർക്കിന്റെ യൂണിറ്റ് എന്തുവാണ്? ജൂൾ അല്ലെ. ഡിവൈഡഡ് ബൈ ചാർജിന്റെ യൂണിറ്റ് എന്തുവാണ്? കൂളംബ്. അപ്പം വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജിനെ നമുക്ക് എങ്ങനെ പറയാം? പറഞ്ഞ ജൂൾ പെർ കൂളംബ്. ഈ ജൂൾ പെർ കൂളംബിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യും? വോൾട്ട്. നേരത്തെ നമ്മൾ ചെയ്തില്ലേ, ജൂൾ പെർ സെക്കൻഡിന് ആംപിയർ എന്ന് റെപ്രസെന്റ് ചെയ്തില്ല. അതുപോലെ ജൂൾ പെർ കൂളംബിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വോൾട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? It is the work done per unit charge and bringing it from infinity to that point. ഇതാണ് എന്ത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോഴേ ഒരു ചെറിയൊരു ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ നമുക്ക് എന്തുവാണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വലിയ ചേഞ്ച് ഒന്നുമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞില്ലേ, ഇൻഫിനിറ്റിക്ക് പകരം ഏതെങ്കിലും രണ്ട് പോയിന്റ്സിന് ഇടയ്ക്കാണ് ചാർജ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വിളിക്കും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കും. ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി. ഓക്കെ, പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ ഞാൻ എത്രത്തോളം വർക്ക് ചെയ്യണം അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ബിറ്റ്വീൻ 2 പോയിന്റ്സ് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കണ്ടക്ടർ എടുക്കുവാണ്. ഈ കണ്ടക്ടറിന് എ എന്നൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് അല്ലെ. ഈ കണ്ടക്ടറിന്റെ അകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ. അപ്പൊ ഒരു ചാർജ് ഇവിടുന്ന് അവിടെ വരെ പോയെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ആ ചാർജ് ഇവിടുന്ന് അവിടെ വരെ പോവാൻ നമ്മൾ എക്സ്റ്റേണൽ വർക്ക് എന്ത് കൊടുക്കണോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സെയിം തന്നെയാണ്. V is equal to എങ്ങനെ എഴുതാം? W by Q. This is potential difference. രണ്ടും എന്ത് തന്നെയാ? ഒന്ന് തന്നെ. അപ്പൊ യൂണിറ്റും എന്ത് തന്നെ ആയിരിക്കും? വോൾട്ട് തന്നെ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് നമ്മൾ നോർമൽ നമ്മൾ ബുക്കിലോട്ട് എഴുതുമ്പോഴൊക്കെ നമുക്ക് PD എന്ന് മാത്രമേ എഴുതാറുള്ളൂ. അപ്പൊ നമ്മൾ ഇലക്ട്രിക് കറണ്ട് പഠിച്ചായിരുന്നു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിച്ചായിരുന്നു അല്ലേ. സോ ഹൗ ക്യാൻ വി ഡിഫൈൻ? നമ്മളിപ്പോ കറണ്ട് പഠിച്ചു. കറണ്ടിന്റെ യൂണിറ്റ് എന്തുവായിരുന്നു? ആംപിയർ. സോ 1 ആംപിയറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിച്ചായിരുന്നു. 1 വോൾട്ടിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓക്കെ, സോ how are you going to define 1 ampere current and 1 volt potential difference? ശ്രദ്ധിക്കാം, നമുക്ക് അതിന്റെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കറണ്ടിന്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? Q divided by T. അപ്പം I is equal to Q by T എന്നല്ല അതിന്റെ മീനിങ്. I 1 ആംപിയർ ആണെങ്കിൽ ചാർജിനെ 1 കൂളംബ് എന്നും ടൈമിനെ 1 സെക്കൻഡ് എന്നും എഴുതിയാലും നോക്കിയേ. അപ്പൊ 1 ആംപിയർ എന്തുവാണ്? 1 കൂളും ബൈ 1 സെക്കൻഡ് അല്ലേ. അപ്പൊ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്താൽ ഈ കണ്ടക്ടറിന്റെ അകത്തൂടെ പാസ് ചെയ്യുന്ന ചാർജ് 1 കൂളംബ് ആയിരിക്കണം. എത്ര സെക്കൻഡില്? 1 സെക്കൻഡിൽ അല്ലേ. സോ the current flowing through a conductor is said to be 1 ampere if 1 coulomb of charge passes through the conductor in 1 second. Okay, അപ്പോൾ ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിന്റെ അകത്തൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ വാല്യൂ എത്ര ആയിരിക്കണം? 1 കൂളംബ് ആയിരിക്കണം. എത്ര ടൈമിൽ ഫ്ലോ ചെയ്യണം? 1 സെക്കൻഡിൽ അല്ലേ. അപ്പൊ 1 സെക്കൻഡ് ടൈമിൽ 1 കൂളംബ് ചാർജ് ഫ്ലോ ചെയ്താൽ ആ കറണ്ടിനെ എന്ന് വിളിക്കാം 1 ആംപിയർ. സോ ഇഫ് ദ ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് 1 കൂളംബ് ഇൻ 1 സെക്കൻഡ് then the current is said to be 1 ആംപിയർ. ഡെഫിനിഷൻ ഞാൻ താഴെ സബ്ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കാര്യം നോക്കാം. എന്തുവായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പറഞ്ഞേ, V is equal to W divided by Q അല്ലേ. അപ്പം
1 ജൂൾ ഡിവൈഡഡ് ബൈ 1 കൂളം എന്നല്ലേ. അപ്പൊ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് 1 ജൂൾ ബൈ 1 കൂളം. അതായത് നമ്മൾ 2 പോയിന്റ്സ് എടുക്കുക. ഓക്കെ, ലെറ്റ് ദിസ് ബി എ ആൻഡ് ലെറ്റ് ദിസ് ബി ബി. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഞാൻ 1 കൂളംബ് ചാർജിനെ കൊണ്ടുപോകും. Okay, so I am moving 1 coulomb of charge from a point A to a point B. അങ്ങനെയാണെങ്കിൽ ഇതിനെ കൊണ്ടുപോകാൻ ഞാൻ ചെയ്ത വർക്ക് 1 ജൂളാണ്. Okay, so as to shift 1 coulomb of charge from point A to point B, I am going to spend 1 joule of work. അപ്പോൾ 1 joule of work സ്പെൻഡ് ചെയ്ത് ഞാൻ ഒരു പോയിന്റിൽ നിന്ന് ഇനി ഒരു പോയിന്റിലോട്ട് കൊണ്ടുപോകുന്നത് 1 കൂളംബിനെ ആണെങ്കിൽ then the potential difference between these two points is said to be 1 volt. ഓക്കെ, ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, നോക്കുക. അപ്പം ക്ലിയർ ആക്കുക. 1 ആംപിയർ എന്ന് വെച്ചാൽ എന്തുവാണ്? The current flowing through a conductor is said to be 1 ampere if 1 coulomb of charge flows through it in 1 second. Potential difference between 2 points is said to be 1 volt if 1 joule of work is spent to move 1 coulomb of charge from first point to second point. അപ്പോൾ ഈ ഡെഫിനിഷൻസ് പഠിക്കണം, മറക്കരുത്. അപ്പോൾ നമ്മൾ കറണ്ടും കറണ്ടിന്റെ ഡെഫിനിഷൻസും എല്ലാം പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് പോകാം. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം സർക്യൂട്ട് ഇങ്ങനെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സർക്യൂട്ടിന്റെ ബേസിക് ഞാൻ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളാണ്. കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളിപ്പം വെള്ളത്തിന്റെ ഫ്ലോ ചെല്ലണം അല്ലെ, ഉയർന്ന ഒരു ലൊക്കേഷനിൽ നിന്ന് താഴ്ന്ന ലൊക്കേഷനിലോട്ടുള്ള വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഹയർ പോയിന്റിൽ നിന്ന് ലോവർ പോയിന്റ് അല്ലെ, പൊട്ടൻഷ്യൽ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞുള്ള സ്ഥലത്തിലോട്ട് എന്ത് ഫ്ലോ ചെയ്യുന്നത്? വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ആരും ഫ്ലോ ചെയ്യുന്നത്? കറന്റും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഹയർ പൊട്ടൻഷ്യൽ ഇസ് ബേസിക്കലി റെപ്രസെന്റഡ് ആസ് പോസിറ്റീവ് ആൻഡ് ലോവർ പൊട്ടൻഷ്യൽ ഇസ് റെപ്രസെന്റഡ് ആസ് നെഗറ്റീവ്. അപ്പം പ്ലസിൽ നിന്ന് മൈനസിലോട്ടാണ് ആര് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാമേ. നമ്മളിപ്പം ബാറ്ററി എന്ന് പറയുള്ളൂ, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സെല്ല്. ജസ്റ്റ് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. രണ്ട് സെല്ല്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാനിപ്പോൾ ഒരു വയറായിട്ട് കണക്ട് ചെയ്യും എന്ന് വിചാരിക്കുക, റെസിസ്റ്റർ കണക്ട് ചെയ്തു. അപ്പം ഇത് നെഗറ്റീവ് എന്താണ്? ഈ തൊപ്പിയുള്ളവരുടെ സൈഡാണ് പ്ലസ്. അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ആര് ഫ്ലോ ചെയ്യുന്നു പറഞ്ഞേ? കറണ്ട്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പ്ലസ് ടു മൈനസ് ആണ് ആര്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ദ കറണ്ട് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. എന്നാലേ ഒരു ഡൗട്ട് വരുന്ന സെക്ഷനാണ്. അപ്പം ഇലക്ട്രോൺ എവിടെ നിന്ന് നോക്കാം? പ്രോട്ടോൺസ് ഫ്ലോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചപ്പോൾ. അപ്പൊ ഈ നെഗറ്റീവ് എങ്കിലാണ് ആരുള്ളത്? ഇലക്ട്രോൺ ഉള്ളത്. സോ ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്? നെഗറ്റീവിൽ നിന്ന് പ്ലസ് തന്നെയാണ് അല്ലേ. സോ മൈനസ് ടു പ്ലസിലോട്ടാണ് ആര് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുന്നത്. മറക്കരുത്. ഓക്കെ, കറണ്ട് ഇസ് ടേക്കൺ ഇൻ ദ ഡയറക്ഷൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെ. പ്ലസിൽ നിന്ന് മൈനസിലോട്ടാണ് ആര് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാണ്? മൈനസിന് പ്ലസ് ആണ്. അപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫ്ലോ ഓഫ് കറണ്ടും ഫ്ലോ ഓഫ് ചാർജും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. മറക്കരുത്. Okay, so the conventional direction of flow of current is in the opposite direction of flow of charges. So the charges flows from negative end of the circuit to the positive end, while the current flows from positive end to the negative end. മറക്കരുത്, കറണ്ട് പ്ലസ് ഇൻ മൈനസ് ആണ്, അതേപോലെ ചാർജ് എവിടുന്നാണ്? മൈനസ് ഇന്ന് പ്ലസ്. തൽക്കാലം ഈ ഒരു കേസ് നമുക്ക് പഠിക്കേണ്ട, ഇത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, കറണ്ട് എവിടുന്ന് എങ്ങോട്ടാ? പ്ലസ് ഇന്ന് മൈനസിലോട്ട്. പിന്നെ നമുക്ക് അടുത്ത സർക്യൂട്ട് സർക്യൂട്ട് ആൻഡ് സർക്യൂട്ടിൽ നമുക്ക് കുറച്ച് കമ്പോണൻസ് പഠിക്കും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടില് വയറ് ഉണ്ട്, സ്വിച്ച് ഉണ്ടാവും അല്ലേ. അപ്പൊ ഈ വയറും സ്വിച്ചും എല്ലാം എപ്പോഴും നമുക്ക് അതേപോലെ വരയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾസ് ആക്കി മാറ്റും. എന്താക്കി മാറ്റും? സിമ്പിൾസ്. അപ്പൊ നമുക്ക് ഓരോ സിമ്പിളായിട്ട് നോക്കാം. കുറച്ച് സിമ്പിൾസ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളേ. നമുക്കിപ്പോ ഒരു ഇലക്ട്രിക് വയർ വേണം. ഇലക്ട്രിക് വയർ നിങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രിക് വയർ. അപ്പൊ നമ്മളൊരു ഡ്രോയിങ് നമുക്ക് വരയ്ക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ് നമ്മൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിനകത്ത് വയർ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെ? ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു സെല്ല് റെപ്രസെന്റ് ചെയ്യാൻ പോകും. എന്താണ് സെല്ല്? ബയോളജിയിൽ പഠിച്ച സെല്ലല്ല, നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന
എവറഡി നിപ്പോൺ ഒക്കെ ബാറ്ററി ഒക്കെ നമ്മൾ സാധാരണ ബാറ്ററി എന്ന് പറയുന്ന ഒരു സാധനം, അതിനാണ് നമ്മൾ വിളിക്കുന്നത് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സെൽ എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു ലോങ് ലൈനും ഒരു ഷോർട്ട് ലൈനും ഉണ്ട് അല്ലെ. നമ്മളിപ്പോ വീട്ടിലെ ബാറ്ററി എടുക്കുവാണെങ്കിൽ നമ്മൾ ബാറ്ററി എന്ന് പറഞ്ഞ് ശീലിച്ചാണ് ആക്ച്വലി ഇറ്റ് ഇസ് സെൽ. അപ്പൊ ആ സെൽ എടുക്കുമ്പം ഇപ്പം ഞാൻ ചുമ്മാ എഴുതാം നിപ്പോണാണ്, അതിന് ഒരറ്റത്തൊരു തൊപ്പിയാണ് അല്ലെ. ആൻഡ് ദാറ്റ് എൻഡ് ഇസ് സെഡ് ടു ബി പോസിറ്റീവ് ആൻഡ് ദിസ് ഇസ് സെഡ് ടു ബി നെഗറ്റീവ്. അപ്പം ഇതിൽ ഈ ലോങ്ങർ എൻഡ് ആണ് എന്ത് പ്ലസ്, ഷോർട്ടർ എൻഡ് എന്തുവാണ് നെഗറ്റീവ്. ദിസ് ഇസ് എ സെൽ. ഇനി സെല്ലിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, അതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബാറ്ററി എന്ന് വിളിക്കുന്നത്. സോ ബാറ്ററി ഇസ് ദി ഗ്രൂപ്പ് ഓഫ് സെൽ. ഇങ്ങനെ കണക്ട് ചെയ്യാലോ. ഓക്കെ, 2 or more cells connected together is called battery. ഇപ്പം ഇത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പൊ എപ്പോഴും നോക്കുക നെഗറ്റീവ് എന്തിനെ കൊണ്ട് നമ്മൾ എവിടെ കണക്ട് ചെയ്യൂ, പോസിറ്റീവിലെ കണക്ട് ചെയ്യും അല്ലേ. നമ്മളിപ്പം ടോർച്ചിലൊക്കെ ബാറ്ററി ഇടുവാണെങ്കിൽ അറിയാം, നമ്മൾ ആദ്യം വലിയ തൊപ്പിയുള്ള സൈഡ് പ്ലസ് സൈഡ് നമ്മൾ വിടും, അടുത്ത ബാറ്ററി ഇടുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പ്ലസ് ആ വിടുന്നത് അല്ലേ. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് കോൺടാക്ട് വരുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും എന്ത് സെറ്റ് ചെയ്യാറുള്ളൂ, ബാറ്ററി സെറ്റ് ചെയ്യാറുള്ളൂ. ഇനി നമുക്കൊരു ഇലക്ട്രിക് ബൾബ് വരയ്ക്കാം അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രിക് ലാമ്പ് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ താഴെ ഇടുന്ന പോലെ വരച്ചിട്ട് ഒരു റൗണ്ട് ഇട്ട് കൊടുക്കാം. ദിസ് ഇസ് ഇലക്ട്രിക് ബൾബ്. ഇനി വയർ ജോയിന്റ്, രണ്ട് വയർ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരു വയർ ഇങ്ങനെ പോകുന്നു, അതിൽ നിന്ന് ഒരു ജോയിന്റ് വരയ്ക്കണം, ഒരു ഡോട്ട് ഇട്ടിട്ട് അടുത്ത വരയ്ക്കുക. ഇത് ടി ജംഗ്ഷൻ ആണ്. നമ്മൾ വയർ ജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരയ്ക്കണമെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് ജോയിൻ ചെയ്യാതെ പോയാലോ, നമ്മളിപ്പോ സാധാരണ ഒരു വയർ ഉണ്ട്, ഈ വയർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന അതിന്റെ മുകളിൽ കൂടി ഇനി ഒരു വയർ എടുത്തിട്ടു, ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒരിക്കലും ഇതിൽ ഫ്ലോ ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് വിളിക്കാം, വയർ ക്രോസിംഗ് എന്ന് വിളിക്കാം. വയർ ക്രോസിംഗിൽ ഒരു വയർ ഇങ്ങനെ വരയ്ക്കും, അടുത്തതിനെ ഇങ്ങനെ ചാടും. കണ്ടോ, ഇപ്പം ഒരു വയർ ഓൾറെഡി ഉണ്ട്, വയറിന് മുകളിൽ കൂടി ഇനി ഒരു വയർ പോകുന്നു, ബട്ട് ദ സെക്കൻഡ് വയർ ഇസ് നോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദി ഫസ്റ്റ് വയർ. ഇതാണ് എന്ത് വയർ ക്രോസിംഗ്. ഇനി നമ്മളൊരു സർക്യൂട്ട് കണക്ട് ചെയ്യും അല്ലെ. നമ്മുടെ വീട്ടിൽ ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓൺ ചെയ്യും, ഓഫ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വേണം, സ്വിച്ച് വേണം ഇല്ലേ. സ്വിച്ചിന് രണ്ട് പൊസിഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ്, ഓണും ഓഫും. അപ്പൊ സ്വിച്ച് ഓൺ ആൻഡ് സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരയ്ക്കാം, അതായത് ഇതുവഴി ഇലക്ട്രിസിറ്റി വന്നു, എന്നിട്ട് നേരെ ഇതിന്റെ അകത്തോടെ പോയില്ല, ഇതുവഴി കറണ്ട് വന്നു, ഇതുവഴി കയറി പോകുന്നു. അപ്പം കോണ്ടാക്ട് വേണം, ഇങ്ങനെ ഒരു കോണ്ടാക്ട് വേണം എപ്പോഴും. അതാണ് എന്ത്, സ്വിച്ച് ഓൺ. ഇനി സ്വിച്ച് ഓഫ് ആണെങ്കിലോ ഇങ്ങനെ വരയ്ക്കും അല്ലേ. അപ്പൊ ഇതുവഴി വരുന്ന കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ വന്ന് നിൽക്കുമോ, തൊട്ടിട്ടുണ്ടോ, ഇല്ല. അപ്പൊ കറണ്ട് അപ്പുറത്ത് പോവോ, ഇല്ല. ഇതിനെ തന്നെ നമ്മൾ കീ എന്ന് പറയും, നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ കീ വെച്ചാ ചെയ്യുന്നത്. ഓക്കെ, പ്ലഗ് കീ എന്ന് വിളിക്കും, പ്ലഗ് കീ. അപ്പൊ ഈ പ്ലഗ് കീ നമ്മൾ വിളിക്കുന്നത് ഓപ്പൺ ക്ലോസ്ഡ് എന്നാണ്. അപ്പം ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇത് തുറന്നിരിക്കില്ലേ, അപ്പൊ ഓപ്പൺ എന്താന്ന് മനസ്സിലാക്കുക, ഓഫ്. അതേപോലെ ഇതെന്താണ്, ക്ലോസ്ഡ്. അപ്പം കീ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ, രണ്ട് കോപ്പർ പ്ലേറ്റ് പോലിരിക്കുന്ന സാധനം ഇങ്ങനെ കൊണ്ടുവച്ചേക്കുക. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യിക്കണമെങ്കിൽ എന്ത് വേണം, നടുക്ക് എന്തെങ്കിലും ഒരെണ്ണം കൊണ്ടുവയ്ക്കണം അല്ലേ. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്ലഗ്. അപ്പൊ പ്ലഗ് കുത്തിയിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആണ്, ഓൺ ആണ്. പ്ലഗ് കുത്തിയിട്ടില്ലെങ്കിൽ ഓപ്പൺ ആണ്, ഓഫ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ആദ്യം പഠിക്കാം. ഒരു റെസിസ്റ്റർ, റെസിസ്റ്റൻസ് ഇനി പഠിക്കാൻ പോകുന്ന അവിടെ നമുക്ക് സിമ്പിളിനകത്ത് വന്നതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുക. റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സർക്യൂട്ട് എടുക്കുകയാണ്, ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്ത് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ, കറണ്ട് ഒരുപാട് പോകാൻ പാടില്ല അതിൻ്റെ അകത്തോട്ട്. ഓക്കെ, അപ്പൊ കറണ്ടിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനം. റെസിസ്റ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇതിനെ ഫിക്സ്ഡ് റെസിസ്റ്റർ എന്ന് വിളിക്കും, ഒറ്റ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി ഒരെണ്ണം വേരിയബിൾ റെസിസ്റ്റർ. ഇതുപോലൊരു ആരോ വരച്ചു കൊടുക്കും. വേരിയബിൾ റെസിസ്റ്റർ ഇനിയൊരു പേരുണ്ട്, റിയോസ്റ്റാറ്റ്. നമ്മുടെ വീട്ടിലെ ഫാനിന്റെ റെഗുലേറ്റർ ഇല്ലേ, അതിന്റെ ഫംഗ്ഷൻ ആണ് റിയോസ്റ്റാറ്റ്. നമ്മളിപ്പം ഫാൻ 5-ൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറവാണ്, ഒരുപാട് കറണ്ട് പോകും, ഫാൻ സ്പീഡിൽ കറങ്ങും. ഇനി നമ്മൾ അതിനെ 1-ൽ വെക്കുവാണെങ്കിൽ ഫാനിന്റെ സ്പീഡ് കുറയില്ല, അപ്പം അതിൻ്റെ അകത്ത് എന്ത് കുറയുവാണ്, കറണ്ട് കുറയുവാണ് അല്ലേ. സോ അതിനെ നമുക്ക് വേറൊരു പടം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ വരയ്ക്കും, ഇതിന്റെ മുകളിൽ നിന്നൊരു ആരോ വരച്ചു കൊടുക്കും. ഓക്കെ, അപ്പം ഇതാണ് വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദി എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട്. ഓക്കെ, ഇനി അടുത്തത്
നമ്മൾ കുറെ നേരം കൊണ്ട് പറഞ്ഞു കറണ്ട് ഫ്ലോ ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ കറണ്ടിന്റെ ഫ്ലോയിനെ കണ്ടുപിടിക്കാൻ ഒരു ഡിവൈസ് ആണ് എന്ത്? അമ്മീറ്റർ. അമ്മീറ്ററിന് കൊണ്ട് പ്ലസ് മൈനസും സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പം അമ്മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു റൗണ്ട് വരയ്ക്കുക, എ വരച്ചു കൊടുക്കുക, അതാണ് അമ്മീറ്റർ. ഇനി അടുത്തത് നമ്മൾ കുറച്ചുകൂടെ പറയാണല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന്, അല്ലെ? അപ്പം കറണ്ട് മെഷർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് മെഷർ ചെയ്യണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണം. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ളതാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന സംഭവം. വോൾട്ട് മീറ്റർ അപ്പൊ എന്തുമായിരിക്കും? അമ്മീറ്റർ ആകുമ്പോൾ ഒബ്വിയസ്ലി വോൾട്ട് മീറ്റർ എന്താണ്? വി ആണ്. ഓക്കെ, അതിനുകൊണ്ട് പ്ലസ് മൈനസ്. നമ്മൾ കമ്പോണൻസ് പഠിച്ചായിരുന്നു. കമ്പോണൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഫോം ചെയ്യുന്നത് നോക്കാം. നമുക്കിപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്ലോസ്ഡ് പാത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് സർക്യൂട്ട്. സോ ഇലക്ട്രിക് സർക്യൂട്ട് ഇസ് എ ക്ലോസ്ഡ് പാത്ത് ത്രൂ വിച്ച് കറണ്ട് ഫ്ലോസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ഓർ സംതിങ്. ഓക്കെ, സോ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട്, ഒരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് ഞാൻ വരയ്ക്കാം. സിമ്പിൾ ആയിട്ടുള്ള വരയ്ക്കാം. ഒരു ബൾബ്, ഇതൊക്കെ കണക്റ്റിംഗ് വയർ, ഒരു സ്വിച്ച്, ഒരു ബാറ്ററി. ഓക്കെ, അപ്പൊ ബാറ്ററിക്ക് നമുക്ക് പ്ലസ് മൈനസും ഒക്കെ മാർക്കാം. അപ്പം ഈ ഒരു സർക്യൂട്ട് നോക്കിക്കേ, ഒരു ബൾബ് ഉണ്ട്, കുറച്ച് വയർ ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിന്റെ കേസ് നോക്കിയേ, സ്വിച്ച് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പ് സ്വിച്ച് ആണ്? ഓപ്പൺ സ്വിച്ച് ആണ്, അല്ലേ? ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടീഷൻ എന്താണ്? ഓഫ്, സ്വിച്ച് ഓഫ്, അല്ലേ? അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ബൾബ് കത്തുവോ? ഇല്ല. സോ ദിസ് സർക്യൂട്ട് ഇസ് നോൺ ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യാത്ത സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്പൺ സർക്യൂട്ട്. ഇനി അതേപോലെ നമുക്ക് ഇനി ഒരെണ്ണം വരയ്ക്കാം. ഓക്കെ, ഈ ഒരു കേസ് നോക്കിയേ, ഇതെന്താണ്? ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ടൈപ്പ് സ്വിച്ച് അല്ലേ? നമുക്ക് എന്ത് വിളിക്കാം? ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ് എന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ. അപ്പൊ ഇതിനെ എന്ന് വിളിക്കും? ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് സർക്യൂട്ട്സ് ഏതൊക്കെയാണ്? ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. കറണ്ട് എവിടുന്നാ ഫ്ലോ ചെയ്യുന്നത്? കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. കറണ്ട് എവിടുന്നാ ഫ്ലോ ചെയ്യുന്നത്? പോസിറ്റീവിൽ നിന്ന് ഫ്ലോ ചെയ്യും. എങ്ങോട്ടേക്ക്? നെഗറ്റീവിലോട്ട്, അല്ലേ? അപ്പൊ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യാൻ വഴിയില്ല, കാരണം സർക്യൂട്ട് ഓപ്പൺ ആണ്. സോ ബൾബ് കത്തത്തില്ല. ഇനി ഇവിടുത്തെ കേസ് എടുക്കുമ്പോൾ പോസിറ്റീവിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു, അല്ലേ? സ്വിച്ച് ക്ലോസ്ഡ് അല്ലേ? ഓൺ അല്ലേ? അപ്പൊ ഇതുവഴി കറണ്ട് വന്നു, ബൾബ് ഗ്ലോ ചെയ്തു അകത്തോട്ട്. അപ്പൊ ഇത് ഗ്ലോ ചെയ്യുവോ? ഇല്ല. ഇത് ഗ്ലോ ചെയ്യുവോ? ഗ്ലോസ്. ഓക്കെ, സോ ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് സർക്യൂട്ട്. അപ്പൊ ഒരു സിമ്പിൾ സർക്യൂട്ടിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞേ? കണക്റ്റിംഗ് വയർ ഉണ്ട്, സ്വിച്ച് ഉണ്ടാവും, ബൾബ് ഉണ്ടാവും, പിന്നെ ബാറ്ററി. ഇതാണ് ഏറ്റവും സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അമ്മീറ്ററും വോൾട്ട് മീറ്ററും യൂസ് ചെയ്തുകൊണ്ട് ഒരു സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. ശ്രദ്ധിക്കേ, ഞാനിപ്പോ ഒരു നോർമൽ ഒരു ബൾബ് വെച്ചൊരു സർക്യൂട്ട്, കോമൺ സർക്യൂട്ട് ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. ഒരു സാധാ സർക്യൂട്ട്, നമ്മളിപ്പോ കുറച്ച് മുമ്പ് വരച്ച പോലത്തെ ഒരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് വരച്ചു. ഇതിപ്പോ എന്ത് ടൈപ്പ് സർക്യൂട്ട് ആണ്? ഓപ്പൺ സർക്യൂട്ട് ആണ്, അല്ലെ? ഇത് ക്ലോസ്ഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ ബൾബ് ഗ്ലോ ചെയ്യും, ആണല്ലോ. ഇനി എനിക്ക് വേണ്ടത് കറണ്ട് കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്തൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു? ഓക്കെ, അതേപോലെ എനിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസും കണ്ടുപിടിക്കണം. ഈ ബൾബിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഞാൻ പറഞ്ഞപ്പോൾ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. ഞാൻ പറഞ്ഞപ്പോൾ കറണ്ട് ത്രൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ പറയുമ്പോൾ ശ്രദ്ധിക്കണം, കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് അക്രോസ് എ ഡിവൈസ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ പറയുന്നെങ്കിൽ എങ്ങനെ പറയാം? കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഇസ് 2 ആംപിയർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാലോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ബൾബ് ഇസ് 3 വോൾട്ട് ഓർ 5 വോൾട്ട്, അങ്ങനെ വേണം പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യാൻ നോക്കാം. അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. ശ്രദ്ധിച്ചോ, ഞാനിവിടെ ബാറ്ററിയുടെ പ്ലസ് ഉണ്ടോ, ബാറ്ററിയുടെ പോസിറ്റീവിൽ വേണം എന്ത് കണക്ട് ചെയ്യാൻ? അമ്മീറ്ററിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്യും. അതേപോലെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ഇത് പ്ലസ് ആണ്, പ്ലസിൽ നിന്ന് പോകുന്നുണ്ട്, പ്ലസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് കണ്ടുപിടിക്കാൻ അമ്മീറ്റർ യൂസ് ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ബൾബ് കണ്ടുപിടിക്കാൻ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യും. അപ്പൊ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അക്രോസ് ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിലോ ത്രൂ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഓർക്കുക, അമ്മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ
സീരീസ്. വോൾട്ട്മീറ്റർ is connected across or parallel. Clear അല്ലേ?